ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടതും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ളതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ രണ്ട് പ്രധാന മതങ്ങളായ ക്രിസ്തു മതത്തിലും ഇസ്ലാമിലും ആദരിക്കപ്പെടുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസാ നബിയും. ഇരു മതങ്ങളിലും ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും ഇവരുടെ വ്യക്തിത്വത്തിലും ദൗത്യത്തിലുമുണ്ട് ചില അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ. നമുക്കവ ഓരോന്നായി പരിശോധിക്കാം. ബൈബിളിലെ യേശു. ക്രിസ്തുമത വിശ്വാസമനുസരിച്ച് യേശു ദൈവപുത്രനാണ്. ത്രിയേകത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. അതായത് യേശു പൂർണ്ണമായി ദൈവവും പൂർണ്ണമായി മനുഷ്യനുമാണ്. പാപമില്ലാത്തവനായി ജനിച്ച അദ്ദേഹം മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കുരിശിൽ മരിക്കുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. ഖുറാനിലെ ഈസാ നബി. എന്നാൽ ഇസ്ലാം മതത്തിൽ ഈസാ നബി അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തെ ദൈവമായി കാണുന്നില്ല, ദൈവപുത്രനായും കാണുന്നില്ല. അള്ളാഹുവിന് പങ്കാളികളില്ലെന്നും അള്ളാഹു ഏകനാണെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈസാ നബി ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ജനിച്ചത്. പക്ഷേ പാപമില്ലാത്തവനും വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനുമായിരുന്നു. ഈ രണ്ട് മതങ്ങളും ഈസാ നബിയുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ കന്യാജനനത്തെ അംഗീകരിക്കുന്നു. അതായത് മറിയം എന്ന കന്യകയിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്താൽ അദ്ദേഹം ജനിച്ചു. ഈ കാര്യത്തോട് ഇരു മതങ്ങളും യോജിക്കുന്നു. ഇനി ചില വ്യത്യാസങ്ങൾ നോക്കാം. ഈസാ നബിയുടെ ജനനം അള്ളാഹുവിൻ്റെ കഴിവ് വ്യക്തമാക്കുന്ന ഒരു അടയാളമായി ഖുറാൻ കാണുന്നു. എന്നാൽ ക്രിസ്തുമതത്തിൽ യേശുവിൻ്റെ കന്യാജനനം അദ്ദേഹത്തിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു പ്രധാന തെളിവാണ്. ക്രിസ്തുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിലൊന്നാണ് യേശുവിൻ്റെ കുരിശുമരണം. മനുഷ്യരാശിയുടെ പാപങ്ങൾ കഴുകിക്കളയാൻ യേശു സ്വയം ബലിയായി തീർന്നുവെന്ന് ബൈബിൾ പറയുന്നു. മൂന്നാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റുവെന്നും പിന്നീട് സ്വർഗാരോഹണം ചെയ്തുവെന്നും ക്രിസ്തുമതം വിശ്വസിക്കുന്നു. ഈ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. ഇസ്ലാം മതത്തിൽ ഈസാ നബി കുരിശിൽ മരിച്ചുവെന്ന് വിശ്വസിക്കുന്നില്ല. ഖുറാൻ പറയുന്നത് ഈസാ നബിയെ കുരിശിൽ തറച്ചതായി തോന്നിപ്പിക്കുക മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു അദ്ദേഹത്തെ തന്നിലേക്ക് ഉയർത്തി. ഈസാ നബി മരിച്ചിട്ടില്ലെന്നും ലോകാവസാനത്തിന് മുമ്പ് അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു വരുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു. ക്രിസ്തുമതത്തിൽ യേശു മനുഷ്യരാശിയുടെ ഏകരക്ഷകനാണ്. അവന്റെ രക്തത്തിലൂടെ മാത്രമേ പാപമോചനവും നിത്യരക്ഷയും ലഭിക്കൂവെന്ന് ക്രിസ്തുമതം പഠിപ്പിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ബൈബിൾ പറയുന്നു. ഇസ്ലാം മതത്തിൽ ഈസാ നബി അള്ളാഹുവിൻ്റെ മറ്റു പ്രവാചകരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ്. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈസാ നബി രക്ഷകനല്ല, അള്ളാഹുവാണ് ഏകരക്ഷകൻ. ഓരോ വ്യക്തിയും സ്വന്തം കർമ്മങ്ങൾക്കാണ് ഉത്തരം പറയേണ്ടത്. ഈസാ നബിക്ക് മുൻപും ശേഷവും അനേകം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബിയാണ് അവസാനത്തെ പ്രവാചകൻ. രണ്ട് മതങ്ങളും യേശുവിൻ്റെ അല്ലെങ്കിൽ ഈസാ നബിയുടെ രണ്ടാം വരവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിന് ചില പ്രധാന വ്യത്യാസങ്ങളുമുണ്ട്. ക്രിസ്തുമതത്തിൽ യേശു ലോകത്തെ വിധിക്കാനും തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാനുമാണ് വീണ്ടും വരുന്നത്. എന്നാൽ ഇസ്ലാം മതത്തിൽ ഈസാ നബി ദുർമാർഗികളെ നശിപ്പിക്കാനും മസീഹുദ്ദജാലിനെ പരാജയപ്പെടുത്തുവാനും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാനുമാണ് വരുന്നത്. യേശുവും ഈസാ നബിയും രണ്ട് മതവിഭാഗങ്ങളിലെയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണെങ്കിലും അവരുടെ സ്വഭാവം, ദൗത്യം, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നിവയിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ ഓരോ മതത്തിൻ്റെയും തത്വങ്ങളെയും വിശ്വാസങ്ങളെയും നിർവചിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.